ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ ലിപ് ബാം, ലിപ് മാസ്ക്, ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഉപയോഗിച്ചത് മാത്രമേ ഇവിടെ നിന്ന് റിവ്യൂസ് പറയാനുള്ളൂ. സോ ഒരു 5 years ബാക്ക് ഞാൻ ഒരു നിവിയേൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്തത്. അവർ നോർമൽ വൺ ചെറിയ കളർ പിങ്കിഷ് ടോണൊക്കെ ഞാൻ യൂസ് ചെയ്തത്. നല്ലൊരു ബ്രാൻഡാണ്. നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ ഇതെല്ലാം. പിന്നെ ഞാൻ ഫേസസ് കാനഡൻ്റെ ഒരു ആ സമയം തന്നെ ഒരു 4 to 5 years ബാക്ക് അവർ ഓറഞ്ച് ലിപ് ബാം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എഡിബിൾ മാതിരി തന്നെ ഉണ്ടാവും, തിന്നണം പോലെ തന്നെ ഒരു ടെംപ്റ്റ് ഉണ്ടാവും. അത് ഫ്ലേവർ നല്ലതായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് കളറൊന്നും തരില്ല, ഒരു പ്ലെയിൻ ഇതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫേസസ് കാനഡ വാട്ടർ മെലണാണ്. ഇത് ഓക്കെയാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് ഒരു ലിപ് ലൈറ്റ് പിങ്കിഷ് ടിൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഉള്ളത് മാക് ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ പിങ്കിഷ് ടോൺ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നോക്കുമ്പം ഇത് പിങ്കിഷ് പ്ലസ് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഉള്ളതാണ്. ഇത് മാറ്റാണ്, മാറ്റ് ഫിനിഷാണ്. ഇതാണ് ഇതിൻ്റെ കളറ്. ഇതിൻ്റെ പേര് ട്വിക്ക് സാറ്റിൻ എന്നാണ്. നല്ലൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതാണ് മാക്കിൻ്റെ. ഞാനിത് കുറേ കാലം ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഉള്ളത് ഷുഗറിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല, ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇത് ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട്. ഇതിൻ്റെ പേര് 01 ബ്രൗണിങ് ഗ്ലോറി എന്നാണ് അതിൻ്റെ പേര്. സോ ഇത് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിക്കാടാ. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡാണ്. നൂഡ് ബ്രൗൺ ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ കുഴപ്പമില്ല, പക്ഷെ എനിക്കിത് കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാറില്ല. ബാക്കി ലോഞ്ചിവിറ്റി ഇതൊക്കെ മാക്കിൻ്റെതായാലും ഷുഗറിനായാലും ലോഞ്ചിവിറ്റി കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എൻ്റെ അടുത്ത് റെഡ് ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സംഭവം വാങ്ങിയതാണ്. ഈ റെനീൻ്റെ ഒരു സ്റ്റിക്ക് വാങ്ങിയായിരുന്നു. ഇതിൽ നോക്കുമ്പോൾ 5 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, ഇതിൽ റെഡാണ് എനിക്ക് മെയിനായിട്ട് അന്ന് വേണ്ടത്. അത് വാങ്ങിയതാണ് അതിനായിട്ട്. സോ ഇതാണ് റെഡ്, L03. ഇതൊരു മാറ്റ് ഫിനിഷ് തന്നെയാണ്. പക്ഷേ ഇതിന് ലോഞ്ചിവിറ്റി അത്ര പോരാ. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇത് വേഗം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഫി നിങ്ങൾ സിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ കോഫിയിൽ അപ്പാടെ തന്നെ അതിൻ്റെ കളർ ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് എനിക്ക് അത്ര ഇത് റിനീൻ്റെ ഇഷ്ടമായില്ല. കളറൊക്കെ നല്ലതാണ് കാണാനും അപ്ലൈ ചെയ്തൊക്കെ. പിന്നെ ഇത് രണ്ടാമത്തേതുള്ളത് L05ൻ്റെ ഡാർക്ക് പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഉള്ളത് L01. ഇത് ഒരു ബ്രൗൺ ടോണാണ്, ഡാർക്ക് ബ്രൗൺ ടോൺ. പിന്നെ L04 ഇതൊരു ഡാർക്ക് ചെറി കളറാണ്. ഇതിൻ്റെ നിങ്ങൾ കണ്ടാലേ അറിയാം. പിന്നെ ഇത് L02 ഇത് കോറൽ കളറാണ്. ഇത് പിന്നെ വാങ്ങിയ കാരണം എല്ലാം ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, തനിത്തന്നെയായിട്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ലാത്തത് കൊണ്ട് ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. പിന്നെ റെഡിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലാണെങ്കിൽ ഞാൻ ഈ ഉപയോഗിക്കും. പക്ഷേ ഇത് ഞാൻ അന്ന് ഒരു ദിവസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ, പിന്നെ ഉപയോഗിച്ചില്ല. പിന്നെ മെയിനായിട്ട് പറയാം ഇത്. പിന്നെ എനിക്കിപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ലിപ്പിൻ്റെ ടിൻറ്റ് കളർ മാറുന്നുണ്ട് ബ്ലാക്കായിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക, ഇപ്പോഴല്ലേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറുന്നുണ്ട് ലിപ്പിൻ്റെ കളർ. സോ ഞാനിപ്പോൾ ഒരു 1.5 years ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ലനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ബോട്ടിലാണ്. ആദ്യത്തെ ബോട്ടിൽ എവിടെ പോയെന്ന് അറിയില്ല. ഞാനിത് കാണിച്ചു തരാം. തുറന്നിട്ട് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇതേപോലെ ഞാൻ ആദ്യം വാങ്ങിയതും ഈ ബെറിൻ്റെ ഫ്ലേവറായിരുന്നു. രണ്ടാമത്തെ ബോട്ടിൽ ഇതും ബെറിൻ്റെ ഫ്ലേവറാണ്, ഒന്നുമില്ല ഇതിൽ. എന്നിട്ട് മൂന്നാമത്തെ ഞാൻ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ലനേജിൻ്റെ മാംഗോ ഫ്ലേവറാണ്. എനിക്കിപ്പോൾ അത്ര ഇഷ്ടമായില്ല, പക്ഷേ ഇത് കുറച്ചധികം കൂടുതലായിപ്പോയി. ഇത് 8 ഗ്രാമാണ്, ഇത് 20 ഗ്രാമാണ്. ഇത് കുറേ കാലം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല. ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് തിക്നെസ് ആയിരിക്കും, നല്ല തിക്കായിരിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ലിപ്പിൻ്റെ കളർ നോർമൽ ലിപ്പ് കളറായിട്ട് മാറി. മീൻസ് ആ ബ്ലാക്കിഷ് ടോണൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇത് നല്ലോണം എന്താ പറയേണ്ടത്, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലനേജ് ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഞാൻ ഇവരുടെ ലിപ് ബാം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല.
പക്ഷേ ഞാൻ ഇതന്നെയാണ് പുറത്ത് പോകുമ്പോൾ എനിക്ക് ലിപ് ബാമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇതന്നെ ഉപയോഗിക്കും. ഇത് ഇത്ര മാത്രം എടുത്തിട്ട് ഈ കുറച്ച് ഇത്ര എടുക്കാവും. നിങ്ങൾ കുറേ എടുക്കുകയാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുക ലിപ് ബാമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഇത്രയും എടുക്കാവും. അധികം നിങ്ങൾ ഇട്ടാൽ അത് നിങ്ങൾ വൈപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും വരിക. സോ കുറച്ച് മാത്രം എടുത്ത് നിങ്ങൾ ലിപ് ബാമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ശരിക്കും പറഞ്ഞെങ്കിൽ. ഞാൻ പക്ഷേ ഇത് ലിപ് ബാമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറൊന്നും ഉണ്ടാവില്ല. ഈ ഫേസ് സ്കാനർ നിങ്ങൾ ഉപയോഗിച്ചാൽ ലൈറ്റ് പിങ്കിഷ് ഉണ്ടാവും. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കളറൊന്നും ഉണ്ടാവില്ല. ഒരു ലിപ് ബാം ഒരു ഇതുപോലെ തന്നെ ഉണ്ടാവുക. സോ എൻ്റെ മെയിൻ റെക്കമെൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഈ ലെനേജ് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം, ഞാൻ വേറെ എന്തിട്ടാലും എനിക്ക് കളറ് മാറുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് പ്രൈസി സൈഡാണ്. ഡിയോറിൻ്റെ ഇതിൻ്റെ പേര് 373 റോസ് സെലഷ്യൽ അങ്ങനത്തെ ഒരു സംഭവം. സോ ഇതാണ്, ഇത് കുറച്ച് പ്രൈസിയാണ്. ഇത് 4,500 to 5,000 അടുത്തായിട്ട് വരും. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതാണ് ഈ പ്രോഡക്റ്റ്. ഇത് എനിക്ക് പിങ്കിഷ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇതാണ്. ഇത് ரொம்ப ലൈറ്റായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലൈറ്റ് കളർ പിങ്ക് ഒരു ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് ഇട്ടാലും എനിക്ക് അത്ര എൻ്റെ ലിപ് കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നില്ല, ബ്ലാക്ക് ആയിട്ടൊന്നും മാറുന്നില്ല. സോ ഞാനിപ്പോൾ കറണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇത് റിവ്യൂ എൻ്റെ റിവ്യൂ നല്ല ഒരു 5 out of ഞാൻ ഒരു 4 കൊടുക്കും. ഔട്ട് ഓഫ് 5 4 കൊടുക്കാം ഇതിന്. അതുപോലെ ലനേജിന് 5 out of 5 മോസ്റ്റ് റെക്കമെൻഡഡ് പ്രോഡക്റ്റ്. ദിസ് ഓൾസോ റെക്കമെൻഡഡ്, ബട്ട് ഇതൊരു പ്രൈസി സൈഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ ആണിത്. ഇതും out of 5 I can say 4, and this faces Canada also 5 out of 5 I can give. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ലനേജ് ആൻഡ് ഡിയോർ ആണ് ഇപ്പോൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ചിലപ്പോൾ ഞാനിത് ഉപയോഗിക്കും. സോ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു, ബൈ.